നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു ചൂടുള്ള പ്രധാന വിഷയം. ഇതിൽ വളരെയധികം നിർണായകമായ CCTV മെമ്മറി കാർഡ് കാണാതായതിന്റെ പേരിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ KSRTC MDക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം എന്നതും എല്ലാവരും കൈയടിക്കുന്ന ഒരു കാര്യമാണ്. KSRTC നൽകിയ പരാതിയിൽ കേസെടുത്തതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ശ്രദ്ധേയമായ കാര്യമായി മാറുന്നതും. തമ്പാനൂർ പോലീസാണ് മെമ്മറി കാർഡ് കാണാതായതിൽ കേസ് എടുത്തിരിക്കുന്നത്. ക്യാമറ ഉള്ള 4 ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് തമ്പാനൂർ ഡിപ്പോയിലുള്ളത്. ഇതിൽ ബാക്കി 3 ബസ്സുകളിലും മെമ്മറി കാർഡ് ഉണ്ട്. വിവാദങ്ങളിലായ ഈ ബസ്സിലെ മെമ്മറി കാർഡ് മാത്രമാണ് കാണാതായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഇതാണ് ഇപ്പോൾ സംശയത്തിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി അതേ ബസ്സിലുള്ള കാര്യങ്ങൾ മാത്രം എങ്ങനെ കാണാതാകുന്നു എന്നത് തികച്ചും അവിശ്വസനീയമായ കാര്യമാണെന്നും അന്വേഷിക്കേണ്ട കാര്യമാണെന്നും പറയുന്നു. പ്രശ്നം നടന്ന ശേഷം ആരോ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാണ് എന്നത് വ്യക്തമാകുന്നു എന്നും പറയുന്നുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവറും തമ്മിലെ തർക്കത്തിൽ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അതീവ നിർണായകമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് കണ്ടെത്തേണ്ടത് അന്വേഷണത്തിലും നിർണായകമായി മാറുന്നുണ്ട്. കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ പോലീസ് KSRTCക്ക് കത്ത് നൽകിയിട്ടുമുണ്ടായിരുന്നു. തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയ ശേഷമാണ് പരിശോധന നടന്നത്. മേയർ ആരോപിക്കുന്നത് പോലെ ബസ് അമിത വേഗത്തിലായിരുന്നോ, വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യത്തിൽ CCTVയിലെ ദൃശ്യങ്ങൾ നിർണായകമായിരിക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ ദൃശ്യങ്ങൾ കാണാനില്ല എന്നത് വളരെയധികം ദുരൂഹമായി മാറുന്നു. ഇതാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ട കാര്യമായി മാറുന്നതും. അതെങ്ങനെ സംഭവിക്കുമെന്ന് വിശദീകരിച്ച് തന്നെ പരിശോധിക്കണം എന്നതാണ് ഏറ്റവും വലിയ ആവശ്യം. മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച കാർ KSRTC ബസ് തടയുകയും ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും കേസെടുക്കാതെ പോലീസ് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അതിന്റെ ഉള്ളിലെ മെമ്മറി കാർഡ് അന്വേഷിക്കുന്നത്. ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ലായിരുന്നു. മേയർക്കും MLAക്കും എതിരെ കേസെടുക്കില്ല എന്നാണ് പോലീസ് ഭാഷ്യം. മേയറുടെ പരാതി പരിശോധിക്കാനാണ് ഡ്രൈവറുടെ പരാതി എന്നാണ് പോലീസ് പറയുന്നത്. ഡ്രൈവർ മോശമായി പെരുമാറിയതിനാലാണ് മേയർ ഇടപെട്ടതെന്നും പോലീസ് പറയുന്നു. അതേസമയം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഡ്രൈവർ യദുവിന്റെ നീക്കമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം എല്ലാവരുടെ മുന്നിലെത്തിയും പറഞ്ഞിരുന്നു. മേയർക്കും MLAക്കും എതിരെ കേസ് എടുക്കാത്തതിനെതിരെയും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്യാനാണ് യദുവിന്റെ തീരുമാനമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന KSRTC MD കഴിഞ്ഞ ദിവസം മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. യദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടതില്ല എന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനുമാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനമായിരുന്നത്. പിരിച്ചുവിട്ടാൽ ജീവനക്കാർക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉണ്ടാകുമെന്ന രീതിയിൽ വകുപ്പിന്റെ നിഗമനം ഇങ്ങനെ ആക്കി എന്നാണ് ഗണേഷ് കുമാർ തന്നെ രംഗത്തെത്തി പറഞ്ഞത്. പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് TDF KSRTC ചീഫ് ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കന്റോൺമെന്റ് സ്റ്റേഷനിലേക്കും കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.